ഐലൈനറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യം എന്താ, എഴുതാൻ അറിയണ്ടേ? ഇന്ന് എഴുതി നോക്കിയാലോ, കുളമായാലോ? ആ വരുന്നു. ഈ അമ്മയ്ക്ക് ഒരുങ്ങി കഴിഞ്ഞു അല്ലേ? ഭഗവാനെ കാത്തോണേ. അയ്യോ മുഴുവൻ കുളമായി. ഹലോ ഫ്രണ്ട്സ്, എന്താണ് പരിപാടി? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണയായി കാണുമെന്ന് കരുതുന്നു. ആയി അല്ലേ? ഇല്ലേ? എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് മുമ്പ് നിങ്ങൾ കണ്ട ഒരു സീൻ, ഒരു രംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു പച്ചയായ ജീവിതാവിഷ്കാരമാണ്. ഞാൻ ആദ്യമായിട്ട് ഐലൈനർ യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ അവസ്ഥയാണ് നിങ്ങൾ ആദ്യത്തെ നമ്മുടെ വീഡിയോയുടെ മുമ്പ് കണ്ടത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? തുടക്കക്കാർക്ക് ഐലൈനർ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടേറിയ ഒരു പണിയാണ്. തുടക്കക്കാർക്കാണ്. എനിക്കെങ്ങനെയായിരുന്നു ആദ്യം ഐലൈനർ വെച്ചിട്ട് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ഒട്ട് എഴുതിയാ കുളമാകുമോ എന്നുള്ള പേടിയുണ്ട്. കുളമായിട്ടുണ്ടേ, നിങ്ങൾ കണ്ടതല്ലേ? ഈണെ കോണേനൊക്കെ എഴുതി വെച്ചുകൊണ്ട് പോയ ടൈമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ എഴുതി ഞാനൊരു ഈസി ടിപ്പ് കണ്ടുപിടിച്ചു, ഒരു ഈസി മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ചു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആ ഒരു ഈസി മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഐലൈനർ കൊണ്ട് കണ്ണെഴുതാൻ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞി കണ്ണാടി എടുക്കുക, ഒരു കൊച്ചു കണ്ണാടി എടുക്കുക. പിന്നെ ഐലൈനറും. അപ്പൊ ഐലൈനർ ഞാൻ ഈ ഒരു ഐലൈനർ ലാക്മേയുടെ ഐലൈനറാണ് എടുക്കുന്നത് കേട്ടോ. ഇതായിരിക്കും മിക്കവാറും ഉള്ളവരുടെ എല്ലാവരുടെയും കൈ കാണുക. അപ്പൊ ഈ ഒരു ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും. കണ്ണാടി എടുത്തിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, ഞാനിപ്പോൾ കുറച്ച് മുമ്പിലത്തെ എൻ്റെ വീഡിയോ കണ്ടില്ലേ, അതിൽ ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഐലൈനർ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയല്ലേ എഴുതിയത്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഈ എന്താ പറയുക, ഇതിൻ്റെ ടിപ്പ് നമ്മുടെ കൺപോളയുടെ ആ ഭാഗത്തായിട്ട് കൊള്ളുമ്പോഴത്തേക്കും നമുക്ക് ഇറിറ്റേഷൻ തോന്നും. അതുപോലെ തന്നെ ആ ഒരു സെൻസ് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണുകൾക്ക് അടയ്ക്കാനായിട്ട് നമുക്ക് തോന്നും. സ്വാഭാവികം. തുടക്കക്കാർക്കാണെങ്കിൽ എപ്പോഴും അടയ്ക്കാൻ തോന്നും, കണ്ണ് നിറഞ്ഞൊഴുകും, അങ്ങനെ ആകെ മൊത്തം ചളമാകും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ്. എനിക്കറിയില്ല, ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഈ ഒരു കണ്ണാടി ഉണ്ടല്ലോ, നമ്മളിതാ ഇങ്ങനെ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ താഴേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഈ കണ്ണാടിയിലേക്ക് നോക്കുക. ഈ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സോറി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കുമല്ലോ, ഇടയ്ക്കൊക്കെ പൊട്ടത്തരം വരും. മീൻസ് നമുക്ക് നമ്മുടെ കണ്ണ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ഈ ഐലൈനർ എടുത്തിട്ട് ഇതാ ഇങ്ങനെ ആ ഒരു ലൈൻ കൂടെ ഈ നമ്മുടെ ഈ കൺപോളയുടെ ഒരു ലൈൻ ഉണ്ടല്ലോ, എന്താ പറയുക, ഐലാഷിൻ്റെ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടെ തന്നെ വരച്ചു പോകാനായിട്ട് ശ്രമിക്കുക. കണ്ടോ? കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞു. കണ്ടോ? അപ്പം ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞു. അപ്പോൾ നോക്കിയേ, ഇപ്പം ഈസി അല്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരിക്കലും എന്താ പറയുക, ഇപ്പം ഞാൻ ഈ കാണിച്ചതിനകത്ത് തന്നെ ഞാൻ ഒരിക്കൽ പോലും കണ്ണടച്ചിട്ടില്ല, ഈസി ആയിട്ട് എഴുതിയെടുത്തു. അത് തന്നെയല്ല, എനിക്കൊരു പ്രൊവോക്കേഷൻ തോന്നിയില്ല. മീൻസ് നമ്മൾ ഈ ഒരു ടിപ്പ് ഇങ്ങനെ തൊടുമ്പം അത് സ്മൂത്തായിട്ട് പോകും. കാരണം നമ്മുടെ കൃഷ്ണമണി അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനെ കവർ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഐലാഷ് നിൽക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടിപ്പ് കൊണ്ട് നമ്മളിങ്ങനെ എഴുതുമ്പം ഒന്നാമത്തെ കാര്യം മിണ്ടാതിരുന്ന് എഴുതണം. പിന്നെ എനിക്ക് ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ കണ്ടോ, എനിക്ക് ഒരു ഇറിറ്റേഷനോ
എന്തെങ്കിലും കണ്ണടയ്ക്കണമെന്നോ ഒന്നും തോന്നില്ല. കണ്ടോ, നമുക്ക് നല്ല ഭംഗിയായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ സൈസ് എത്ര, നമുക്ക് കുറച്ചും കൂടെ തിക്നെസ് വേണോ അതോ തിന്നായിട്ട് എഴുതണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് കുറച്ചും കൂടെ തിക്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ ഒരു ബേസായി. അപ്പോൾ ഈ ബേസിന് തൊട്ട് മേളിലോട്ട് വരച്ച് നല്ല ഭംഗിയാക്കിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതാ കറക്റ്റ് ആ കണ്ണിൻ്റെ അറ്റത്തൂന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും. ഐലൈനർ തീരാറായോ? പുതിയത് വാങ്ങിക്കാറായി. കണ്ടോ, ഇപ്പം ഞാൻ കുറച്ചും കൂടെ കട്ടി കൂട്ടി എഴുതിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇപ്പം നോക്കിയേ, നല്ല ഭംഗിയില്ല നോക്കി. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല തിന്നായിട്ട് വന്ന് നമ്മുടെ ആ വാട്ടർ ലൈനിൻ്റെ നമ്മുടെ ഐലാഷിൻ്റെ ആ ലൈനിൽ കൂടെ തന്നെ പോയി നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ ഒരു ബേസ് കിട്ടുമ്പോൾ നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു വാലും കൂടി ഇട്ടാലോ? ഭംഗിയായിരിക്കത്തില്ലേ? നോക്കാം. വാലും കൂടി ഇടാതെ എപ്പോഴും എഴുതുമ്പം ഇങ്ങനെ നമ്മൾ എവിടെ നിന്നാണോ, നമുക്ക് എല്ലാവർക്കും ഇപ്പം സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാൻ ഉള്ള വശം കാണത്തില്ല. ചിലർക്ക് അതല്ലായിരിക്കും കുറച്ചും കൂടെ ഫേവറബിളായിട്ട്, മീൻസ് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നുന്നത്. നടുക്കും തുടങ്ങുന്നതാണെങ്കിൽ നടുക്കുമെന്ന് എവിടെ നിന്നാണോ, അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് തന്നെ. ഇപ്പം ഞാനിപ്പോൾ അറ്റത്തുനിന്നാണ് തുടങ്ങി. അപ്പോൾ അവിടുന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവിടുന്ന് തന്നെ തുടങ്ങി ഇങ്ങോട്ട് എഴുതുക. അപ്പോഴതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ, ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് ഇടയ്ക്കൂന്ന് ഇട്ട് തുടങ്ങുമ്പോഴത്തേനും അതിൻ്റെ ലെവലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗം വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വാലിട്ട് കൊടുക്കുക. ഇങ്ങനെ ഇതിലേക്ക് പോകാം. വാല് നമുക്ക് നമ്മുടെ ഐബ്രോയുടെ ലെവലിൽ വരെ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത്രയും പോകുന്നില്ല. കണ്ടോ, നല്ല ഭംഗിയായല്ലേ? ഇനി ഇത് കുറച്ചും കൂടെ ഒരു പൊടിക്കൈയും കൂടെ ചെയ്യാനുണ്ട്. എല്ലാവരുടെ കയ്യിൽ എന്താ ഇതുപോലൊരു ഐ പെൻസിൽ കാണുമല്ലോ അല്ലേ? എനിക്കൊന്ന് വാങ്ങിച്ചു വെക്കണം കേട്ടോ. നല്ല ഇപ്പം ഈ ഐലൈനർ യൂസ് ചെയ്യാത്തവർ മിക്കവാറും ഐ പെൻസിൽ. ഇപ്പം ഐ പെൻസിൽ വന്നതുകൊണ്ട് നന്നായി കുറച്ചും കൂടെ ഫൈനായിട്ട് നല്ല പറയുക ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പെൻസിൽ കൊണ്ട്. ഐലൈനർ എഴുതാൻ അറിയാത്തവർ ഇതുകൊണ്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ഭംഗി ഇപ്പം ഈ ഒരു ഞാൻ പറഞ്ഞ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല ഭംഗിക്ക് എഴുതാൻ പറ്റും കണ്ണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കണ്ണിൽ ഈ നമ്മുടെ ഐലാഷിൽ നമ്മുടെ കൺപീലികളിലും ഇങ്ങനെ ഈ ഐലൈനർ കുറേശ്ശെ തുള്ളിയായിട്ട് ഇങ്ങനെ ആകുമല്ലോ. പിന്നെ നമ്മളത് കണ്ണിങ്ങനെ തുറക്കുമ്പോഴത്തേനും പിന്നെ നമ്മുടെ മേളിലെ ഇവിടെ എല്ലാം ആയി ആകെ പടച്ചാളമായി കോളമായി നമ്മുടെ കൈ കിട്ടും. അപ്പോൾ അങ്ങനൊന്നും ഉണ്ടാകാതിരിക്കാനും ഈ ഒരു മെത്തേഡ് നല്ലതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു പെൻസിൽ ഇട്ടിട്ട് ഈ ഒരു ലുക്കിന് കുറച്ചും കൂടെ ഭംഗി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുകൾ ഭാഗത്തെ പൊളയെ ഒന്ന് പൊക്കിയിട്ട് ഒന്ന് എഴുതി കൊടുക്കുക, അകത്ത് എഴുതി കൊടുക്കുക. കാണിച്ചത് ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുത്താൽ രണ്ട് ഭാഗത്തും ആവും കേട്ടോ. അപ്പം നല്ല ഭംഗിയായിരിക്കും. ഇപ്പം നോക്കി അല്ലേ?
കാണാൻ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ കണ്ണ് കണ്ടില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ കണ്ണും എഴുതാം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഈ ഒരു മെത്തേഡ്? നിങ്ങൾക്ക് ഇഷ്ടം? ഇത് എത്ര പേർക്ക് അറിയാം? അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടെ. അപ്പം എങ്ങനെയുണ്ട്? ഇപ്പം നല്ല ഭംഗിയില്ലേ? നമ്മൾ ബിഗിനേഴ്സാണെന്ന് പറയുമോ കണ്ടെഴുതി കഴിഞ്ഞ്, എഴുതുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലേ? നല്ല ഭംഗിയില്ലേ? നല്ല നമ്മുടെ കണ്ണ് കുറച്ചും കൂടെ നല്ല വിടർന്ന് നല്ല ഭംഗിയായിട്ട് ഒരേ ലെവലിൽ നോക്കി ഇങ്ങനെ ഇടുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ലെവലിൽ നമുക്ക് എഴുതി പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എൻ്റെ ബിഗിനേഴ്സിനുള്ള ഐലൈനർ കൊണ്ട് എഴുതുന്ന ആ ഒരു ടിപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വരുന്നു, ഇഷ്ടമാവുമെന്ന് വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഞങ്ങൾ അത്രയും പ്രിയപ്പെട്ടതായിട്ടാണ് കാണുന്നത്, അത്രയും സ്നേഹത്തോടെയാണ് ഓരോ കാര്യങ്ങളും ഞങ്ങൾ വായിക്കുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ. അപ്പം തന്നെ നിങ്ങൾക്ക് അത് കാണാൻ, അങ്ങനെ കിട്ടിയാൽ മാത്രമേ അപ്പം തന്നെ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ.